സീസ് ഫയർ പ്രഖ്യാപിച്ച ഉടൻ തന്നെ നെതന്യാഹുവിന് പണി കെട്ടിത്തുടങ്ങി. ഇസ്രായേലിൽ തന്നെ നെതന്യാഹുവിനെ തീർക്കാനുള്ള ആളുകൾ ഉണ്ട് എന്നാണ് ഇതിൽ നിന്നും വ്യക്തമാകുന്നത്. നെതന്യാഹുവിനെതിരെയുള്ള കേസുകൾ അതിന്റെ ട്രയൽ കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് ഉത്തരവ് വന്നിട്ടുണ്ട്. അതുപോലെ കേസ് എന്താണെന്നല്ലേ അത് നമുക്ക് ഡീറ്റെയിൽ ചെയ്യാം. അതുപോലെ ഇസ്രായേലി പ്രസിഡന്റിന് നെതന്യാഹു പാടന് വേണ്ടിയിട്ട് ഒരു റിക്വസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അത് എന്തായി എന്നും അതിൽ ട്രംപിന്റെ ഇടപെടൽ എന്താണെന്നും നമുക്ക് ഡീറ്റെയിൽ ചെയ്യാം. ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡീറ്റെയിൽ ചെയ്യാൻ പോകുന്നത്. ആദ്യം തന്നെ നമുക്ക് നെതന്യാഹുവിന്റെ കേസും ഇപ്പോഴത്തെ ട്രയലും നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഈ കേസ് 2019 നെതന്യാഹുവിന് എതിരായിട്ട് വരുന്നത്. കേസുകൾ എന്ന് പറയുന്നത് ബ്രൈബറി, ഫ്രോഡ്, അതുപോലെ ബ്രീച്ച് ഓഫ് ട്രസ്റ്റ്. 2019 ഇതിന്റെ ചാർജസ് വരുന്നത്. അങ്ങനെ 2020 ട്രയൽ സ്റ്റാർട്ട് ചെയ്തു. എന്നാൽ അതുപോലെ തന്നെ ഈ കേസിന്റെ ഒരു ഇതെന്ന് പറയുന്നത് കുഡ് ലീഡ് ടു ജയിൽ ടേംസ്, അതായത് ജയിലിൽ പോകാൻ വരെയുള്ള കുറ്റങ്ങളാണ് ചെയ്തു കൂട്ടിയിട്ടുള്ളത്. അത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതുപോലെ ഇതിൽ പറഞ്ഞിട്ടുള്ളത് ഒഫീഷ്യൽ കമ്മിറ്റ്മെന്റ്സ് പറഞ്ഞിട്ട് പലപ്പോഴായിട്ടും ഇതിന്റെ ട്രയൽ ഡിലേ ചെയ്തിട്ടുണ്ടായിരുന്നു നെതന്യാഹു. അങ്ങനെയാണ് ഇപ്പോൾ യുദ്ധം വന്നതും 2026 ഈ യുദ്ധത്തിൽ, അതായത് ഇറാൻ ഇസ്രായേൽ കോൺഫ്ലിക്റ്റിൽ സ്റ്റേറ്റ് ഓഫ് എമർജൻസി പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു ഇസ്രായേൽ. എന്നാൽ ഇപ്പോൾ സീസ് ഫയർ വന്നതിന് ശേഷം വെനസ്ഡേ, അതായത് ബുധനാഴ്ച, ഈ ഒരു സ്റ്റേറ്റ് ഓഫ് എമർജൻസി പിൻവലിച്ചു. അത് പിൻവലിച്ചതിന് ശേഷമാണ് ജുഡീഷ്യൽ ഫംഗ്ഷനിങ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തത്, അതായത് നോർമലിലേക്ക് വന്നത്. അതിനുശേഷമാണ് ഇപ്പോൾ കോർട്ട് സ്പോക്ക് പേഴ്സൺ പറഞ്ഞിട്ടുള്ളത് ഈ ട്രയൽ സൺഡേ മുതൽ സ്റ്റാർട്ട് ചെയ്യും. അതായത് നെതന്യാഹുവിനെതിരെയുള്ള ഈ ഒരു ട്രയൽ സൺഡേ മുതൽ സ്റ്റാർട്ട് ചെയ്യുമെന്നൊരു വിവരമാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. അതുപോലെ കേസും അതിന്റെ ശിക്ഷയും നോക്കിക്കഴിഞ്ഞാൽ, കേസ് എന്ന് പറയുന്നത്, അതായത് ഏറ്റവും സീരിയസ് ആയിട്ടുള്ള ഒരു കേസ് എന്ന് പറയുന്നത്, ഒരു ടെലികോം കമ്പനിക്ക് ഫേവർ ആയിട്ട് റെഗുലേറ്ററി റൂൾസ് ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, അവർക്ക് ഫേവർ ആയിട്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ള ഒരു കേസാണുള്ളത്. പിന്നെ അതുപോലെ അക്യൂസ്ഡ് ഓഫ് റിസീവിംഗ് ലക്ഷറിയസ് ഗിഫ്റ്റ്, അതായത് പറയുന്നത് വെച്ചാൽ നെതന്യാഹു മാത്രമല്ല നെതന്യാഹുവിന്റെ ഫാമിലി ഒക്കെ ഇതുപോലെ ലക്ഷറി ആയിട്ടുള്ള ഗിഫ്റ്റ് പലരിന്നും വാങ്ങിച്ചിട്ടുണ്ട് എന്നുള്ളൊരു കുറ്റം കൂടിയുണ്ട്. അതുപോലെ ഒരു ഡയറക്ട്ലി ലിങ്ക്ഡ് അല്ലെങ്കിലും ഈ നെതന്യാഹുവിന്റെ ക്ലോസ് ആയിട്ടുള്ള ഒരു അസോസിയേറ്റീവ് എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു സബ്മറൈൻ ഡീലിൽ ഒരു $2 ബില്യൺ ഒരു നാവൽ ഡീലാണ്, അതിൽ $2 ബില്യൺ കൈപ്പറ്റിയിട്ടുണ്ട്. അതും ഈ ഒരു കേസിൽ പെടുന്നതാണ്. അങ്ങനെ 3-4 കേസാണ് നെതന്യാഹുവിനെതിരെ ഇപ്പോൾ ട്രയൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് മാത്രമല്ല, ഇന്റർനാഷണലി നോക്കിക്കഴിഞ്ഞാൽ ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്ട് ഇൻ 2024 ICCI ഇഷ്യൂഡ് എ വാറണ്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. വാർ ക്രൈം ആൻഡ് ക്രൈംസ് അഗൈൻസ്റ്റ് ഹ്യൂമാനിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള കേസസിലൊക്കെ ഒരു വാറണ്ട് ഇഷ്യൂ ചെയ്തിട്ടുണ്ട് ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്ട്. ഈ ഒരു, അതായത് ഇതിൽ ഗിൽറ്റി ആയിക്കഴിഞ്ഞാൽ, അതായത് ഡൊമസ്റ്റിക് കേസസിലാണ്, ഇന്റർനാഷണൽ കേസസിലാണ്, ഡൊമസ്റ്റിക് കേസസിൽ ഈ ബ്രൈബ് കേസും അങ്ങനെയുള്ള കേസസിലൊക്കെ ഗിൽറ്റി ആയിക്കഴിഞ്ഞാൽ ബ്രൈബ് കേസിൽ ഏതാണ്ട് 10 വർഷം വരെ ജയിലിൽ കിടക്കാനുള്ള ഒരു ഭാഗ്യം ഉണ്ടാവും നെതന്യാഹുവിന്. അതുപോലെ ബ്രീച്ച് ഓഫ് ട്രസ്റ്റിൽ ഏകദേശം ഒരു 3 വർഷം വരെ ജയിലിൽ കിടക്കാമെന്നാണ് പറഞ്ഞത്. അതുപോലെ ഫ്രോഡ് കേസ് നോക്കിക്കഴിഞ്ഞാൽ അതിലും ഏതാണ്ട് ഒരു 3 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ എല്ലാം കൂടി നോക്കിക്കഴിഞ്ഞാൽ ഏതാണ്ട് കുറച്ച് കൊല്ലം, അതായത് ഇതൊക്കെ തെളിയിച്ചു കഴിഞ്ഞാൽ നെതന്യാഹു കുറച്ച് കൊല്ലം ജയിലിൽ തന്നെ ആയിരിക്കും. എന്തായാലും സന്തോഷ വാർത്ത. അതുപോലെ മറ്റൊരു കാര്യമാണ്, നെതന്യാഹു ഇസ്രായേലി പ്രസിഡന്റിന് പാടന് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ഈ കേസൊക്കെ ഒഴിവാക്കി ഫ്രീ ആയിട്ട് വിടണം എന്നുള്ളൊരു റിക്വസ്റ്റ് അയച്ചിട്ടുണ്ട്. ഈ റിക്വസ്റ്റ് അതിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ഞാൻ ഇവിടുത്തെ പ്രൈം മിനിസ്റ്റർ ആയതുകൊണ്ട് തന്നെ എനിക്ക് ഡ്യൂട്ടി ചെയ്യുന്നതിന്, അതായത് ഫ്രീക്വന്റ് ആയിട്ട് റെഗുലർ ആയിട്ട് ഈ കോടതിയിൽ വന്ന് നിൽക്കുമ്പോഴൊക്കെ എനിക്ക് ഡ്യൂട്ടി ചെയ്യേണ്ട ആ ഒരു കാര്യം, അതായത് എന്റെ ഡ്യൂട്ടി ടൈമൊക്കെ കുറയും. അപ്പൊ എനിക്ക് കൃത്യമായി എന്റെ ഡ്യൂട്ടി ചെയ്യാനൊന്നും സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ഇതൊക്കെ പാഠം ചെയ്തിട്ട് വിടണമെന്നുള്ള റിക്വസ്റ്റ് ആണ് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു കാര്യം ശരിവെച്ച് ട്രംപും രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. ട്രംപും ഇതേ കാര്യം, അതായത് നെതന്യാഹുവിന് പാഠം കൊടുക്കണമെന്ന് റിക്വസ്റ്റുമായി ട്രംപും കൂടി മുന്നോട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇതേ റീസൺ പറഞ്ഞിട്ടാണ് ട്രംപും വന്നിട്ടുള്ളത്. ഓക്കെ, ഇങ്ങനെയാണ് ട്രംപ് ഈ ഒരു കാര്യത്തിൽ ഇൻവോൾവ് ആകുന്നത്. ഇനി പ്രസിഡന്റിന്റെ ഓഫീസിൽ നിന്ന് പറഞ്ഞിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, ജസ്റ്റിസ് മിനിസ്ട്രി പാർഡൻ ഡിപ്പാർട്ട്മെന്റ് എന്ത് ചെയ്തിട്ടുണ്ട്, അവരുടെ ഒപ്പീനിയൻസ് ഒക്കെ ഗ്യാദർ ചെയ്ത് എടുത്തിട്ട് പ്രസിഡന്റ് ലീഗൽ അഡ്വൈസ് ചെയ്യുന്നുണ്ട്. ആ റെക്കമെൻഡേഷൻസ് പ്രകാരം, അതായത് ആ റെക്കമെൻഡേഷൻ എന്ന് പറയുന്നത് ആസ് പെർ ദ സ്റ്റാൻഡേർഡ് പ്രാക്ടീസ്, അതായത് നടന്നുകൊണ്ടിരിക്കുന്ന സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള പ്രാക്ടീസ് ഇതിലൂടെ ആയിരിക്കും ആ റെക്കമെൻഡേഷൻസ് വരുന്നത്. അതുപോലെ ഇവിടെ വേറൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം നോക്കേണ്ടത്, പാർഡൻ ആർ നോട്ട് യൂഷ്വലി ഗിവൺ
മിഡ് ട്രയൽ, അതായത് ട്രയൽ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരിക്കലും ഈ ഒരു പാർഡൻ നൽകാറില്ല സാധാരണ രീതിയിൽ. അങ്ങനെയാണ് പ്രസിഡന്റിന്റെ ഓഫീസിൽ നിന്നും വന്നിട്ടുള്ള റിപ്പോർട്ടുകൾ അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. അതുപോലെ ദ ചാർജസ് അഗൈൻസ്റ്റ് നെതന്യാഹു അലോങ് വിത്ത് ഹമാസ് അറ്റാക്ക് ഓൺ ഇസ്രായേൽ ഇൻ ഒക്ടോബർ 2023 ഹാസ് ഡാമേജ് സ്റ്റാൻഡ്. അതായത് അവരുടെ ആ ഒരു സ്റ്റാൻഡ്, നെതന്യാഹുവിന്റെ സ്റ്റാൻഡ് ഒരു പ്രശ്നത്തിലായത് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നെതന്യാഹുവിനെതിരെയുള്ള ചാർജസും അതിനോടൊപ്പം തന്നെ ഹമാസിന്റെ അറ്റാക്കും കൂടി ഒക്ടോബർ 2023 ആയപ്പോൾ ഈ സ്റ്റാൻഡ് ഒക്കെ ഏതാണ്ട് പൊളിഞ്ഞ പോലെയാണെന്നാണ് നമ്മളുടെ, അതായത് ഇസ്രായേലി പ്രസിഡന്റിന്റെ ഓഫീസിൽ നിന്ന് വരുന്ന റിപ്പോർട്ടുകൾ പറയുന്നത്. അതുപോലെ തന്നെ ഇസ്രായേലിൽ ഒരു ഇലക്ഷൻ വരുന്നുണ്ട് ഒക്ടോബറിൽ. നെതന്യാഹുവിന്റെ കോയലീഷനിലാണ് ഇതുള്ളത്. അപ്പോൾ റൈറ്റ് വിങ് ഇപ്പോൾ നെതന്യാഹുവിന്റെ ഗവൺമെന്റിന് ആ ഒരു ഇലക്ഷനിൽ തോൽക്കാനുള്ള സാധ്യത കൂടുതലാണെന്നുള്ള റിപ്പോർട്ടുകളും ഇപ്പോൾ ഇസ്രായേലിൽ നിന്നും വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇസ്രായേലിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്നാലും അവന്മാര് തല്ലുന്നത് നിർത്തുന്നില്ല. ലബനനെ ഇനിയും അടിക്കുമെന്നാണ് ഇന്നടക്കം നെതന്യാഹു ഒരു പ്രസ് കോൺഫറൻസിൽ വന്നിട്ട് പറഞ്ഞിട്ടുള്ളത്. നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. കമനിയെ ടെററിസ്റ്റ് എന്നൊക്കെ വിളിക്കുന്നുണ്ട്. ആര്? നമ്മുടെ നെതന്യാഹു, നമ്മുടെ US പ്രസിഡന്റ് ട്രംപ് എന്നൊക്കെ, അതുപോലെ ഇവരെ സപ്പോർട്ട് ചെയ്യുന്ന ചില ആളുകളും. പക്ഷേ ഈ നെതന്യാഹു എന്ന് പറയുന്ന വ്യക്തിക്ക് ഡൊമസ്റ്റിക്കലി കുറച്ച് കേസസ് ഉണ്ട് ഓൺഗോയിങ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് മാത്രമല്ല ഇന്റർനാഷണലി നോക്കിക്കഴിഞ്ഞാൽ അവിടെയും കേസുണ്ട്. കേസ് മാത്രമല്ല അവിടെ വാറണ്ട് വരെ ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചിന്തിക്കൂ, യഥാർത്ഥത്തിൽ ആരാണ് തീവ്രവാദി? കാരണം യാതൊരു പ്രൊവൊക്കേഷനും ഇല്ലാതെ മറ്റൊരു രാജ്യത്തെ അറ്റാക്ക് ചെയ്യുക, ഇങ്ങനെയുള്ള ക്രൈംസ്, കുഞ്ഞുങ്ങളെ കൊല്ലുക, കുഞ്ഞുങ്ങൾക്ക് നേരെ, റെസിഡൻഷ്യൽ ഏരിയക്ക് നേരെ, ഇൻഫ്രാസ്ട്രക്ചറിന് നേരെ, അതായത് UN പല ചാർട്ടറും വയലേറ്റ് ചെയ്തിട്ടാണ് ഇവർ അറ്റാക്ക് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ ആരാണ് ഈ ക്രൈംസ് ഒക്കെ ചെയ്യുന്നത്? ആരാണ് ക്രിമിനൽ?